True News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മനോഹർ ജുവലറീസ് ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ. അറേബ്യൻ ജ്വല്ലേഴ്സ്, പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിഗ്നൽ ബോർഡും സീബ്ര ലൈനുമില്ല. ചെറുകുന്ന് വെള്ളാരങ്ങലിൽ അപകടം പതിവാകുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഭീതിയിൽ. സ്വർണത്തിന്റെ മാറ്റം കുറയുന്നു. നോട്ട് പ്രതിസന്ധിയെ തരണം ചെയ്യാനാകാതെ സ്വർണ വിപണിയും താഴോട്ട്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. പയ്യന്നൂരിൽ മഹിളാ അസോസിയേഷൻ പൊതുയോഗം സംഘടിപ്പിച്ചു. നോട്ടിലെഴുതിയാൽ പണി കിട്ടും. പുതിയ കറൻസി നോട്ടിൽ കുറിപ്പും പേരും എഴുതുന്നവരെ കാത്തിരിക്കുന്നത് ഊരാക്കുടുക്ക്. എഴുതിയ നോട്ടുകൾ പിന്നീട് അസാധു. പാടങ്ങളിൽ പച്ചക്കറി നടൽ സജീവമായി. ആശങ്കയുടെ നിഴലിൽ നിലമൊരുക്കലിൽ വ്യാപൃതരായ കർഷകർ. വാർത്തകൾ വിശദമായി. സിഗ്നൽ ബോർഡും സീബ്ര ലൈനുമില്ല. ചെറുകുന്ന് വെള്ളാരങ്ങളിൽ അപകടം പതിവാകുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെറുകുന്ന് വെൽഫെയർ സ്കൂൾ ബസ് സ്റ്റോപ്പിൽ സീബ്ര ലൈൻ സ്ഥാപിക്കാത്തത് ഏറെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. KSTP പാപ്പിനിശ്ശേരി പിലാത്തറ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പിലാത്തറ മുതൽ ചെറുകുന്ന് കോവപ്പുറം വരെ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയായ പ്രദേശങ്ങളിൽ സിഗ്നൽ ബോർഡ് സ്ഥാപിക്കാൻ KSTP അധികൃതർ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. ഏറെ ഭീതിയോടെയാണ് വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കടക്കുന്നത്. വെള്ളറങ്ങലിലെ കൊടുംവളവ് പൂർണ്ണമായി നിവർത്തുവാനും KSTPക്ക് സാധിച്ചില്ല. അമിതവേഗതയിലെത്തുന്ന വാഹനങ്ങൾ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നത് പതിവാവുകയാണ്. 2 ദിവസം മുൻപ് പുന്നച്ചേരി സാംസ്കാരിക നിലയത്തിന് സമീപത്ത് വെച്ച ബസ്സിടിച്ച് വഴിയാത്രക്കാരൻ മരണമടഞ്ഞിരുന്നു. ആവശ്യത്തിന് സിഗ്നലുകളും സീബ്ര ക്രോസിംഗും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ട്രാഫിക് സിഗ്നലും പിന്നെ സീബ്ര ക്രോസിംഗും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ബസ്സിലും ഭയങ്കര സ്പീഡിലാണ് വരുത്ത്. വളവ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സീബ്ര ക്രോസിംഗ് പെട്ടെന്ന് വേണം. സ്കൂൾ പരിസരത്ത് നിന്നുള്ള ഒരു സൈൻ ബോർഡും മറ്റും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട റോഡിൽ പല രീതിയും PWI ആയിട്ടും അതേപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അത്തരത്തിലുള്ള നടപടികളൊന്നും ഇതിനകം തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിരന്തരം അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് വളവ് കഴിഞ്ഞ പാടാണ് സ്റ്റോപ്പ്. ഒരു സീബ്ര ക്രോസും അതേപോലെ തന്നെ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. 1 മുതൽ +2 വരെയുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഈ വിദ്യാലയത്തിൽ വളരെ ഉള്ളോട്ടൊന്നും അതേപോലെ തന്നെ ദൂരെ നിന്നും വരുന്ന കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ഷേണായി ടൗൺ സ്ക്വയറിലാണ് പൊതുയോഗം നടന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം സമുചിതമായി ആചരിച്ചത്. സ്ത്രീകൾ, കുട്ടികൾ, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിന് നേരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷേണായി ടൗൺ സ്ക്വയറിലാണ് പൊതുയോഗം നടന്നത്. മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ P. ഇന്ദിര പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കർഷകരാകെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ലോകരാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരവധി സ്ത്രീകളാണ് ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും പലായനം ചെയ്യുകയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുകൊണ്ട് ഭീകര പ്രസ്ഥാനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് സ്ത്രീകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് മാധ്യമങ്ങളിൽ കൂടി കാണാൻ വേണ്ടി സാധിക്കും. P. ശ്യാമള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VV സരോജിനി മുഖ്യപ്രഭാഷണം നടത്തി. KV ലളിത, VK നിഷ, ഈശ്വരി ബാലകൃഷ്ണൻ, M. വാസന്തി തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് നിയുക്ത പ്രസിഡന്റ് ഹക്കീം കുന്നിൽ തൃക്കരിപ്പൂരിലെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് TV കോരൻ മാസ്റ്ററുടെ അനുഗ്രഹം തേടിയാണ് ഹക്കീം കുന്നിലെത്തിയത്. അപ്രതീക്ഷിതമായി ഹൈക്കമാൻഡ് തന്നെ ഏൽപ്പിച്ച ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപായി
ജില്ലയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തൃക്കരിപ്പൂരിലെ TV കോരന്റെ അനുഗ്രഹം തേടാനാണ് നിയുക്ത കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ TV കോരന്റെ വീട്ടിലെത്തിയത്. TV കോരൻ ഹക്കീമിനെ ഖദർഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ, DCC സെക്രട്ടറി PV സുരേഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളായ ഷജീർ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, K ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഹക്കീം കുന്നിനെ അനുമോദിക്കാനെത്തി. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലമായി വളരെയധികം മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഏറെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്ന പുതുമ നിയമസഭാ മണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലസമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ മുതിർന്ന നേതാക്കന്മാരുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തനത്തിന് ഒരു പുതിയ മുഖം നൽകുവാനുള്ള ശ്രമത്തിലാണ്. അതിന് നല്ലവരായ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും. തുടർന്ന് അന്തരിച്ച മുൻ DCC പ്രസിഡന്റും KPCC നേതാവുമായിരുന്ന K വെളുത്താമ്പൂവിൻ്റെ വീട്ടിലെത്തി സഹധർമ്മിണിയുടെ അനുഗ്രഹം വാങ്ങിയാണ് ഹക്കീം കുന്നിൽ യാത്രയായത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കറൻസി നിയന്ത്രണം സ്വർണ്ണ വിൽപ്പനയെയും ബാധിച്ചു. വില കുത്തനെ കുറഞ്ഞിട്ടും ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. സ്വർണ്ണവില കുത്തനെ കുറഞ്ഞിട്ടും വാങ്ങാനാളില്ലാത്ത അവസ്ഥയിലേക്കാണ് ജ്വല്ലറികളും മറ്റും എത്തിയിരിക്കുന്നത്. സാധാരണ സ്വർണത്തിന് നേരിയ വില കുറഞ്ഞാൽ പോലും ആവശ്യക്കാർ ഏറുകയാണ് പതിവ്. നവംബർ 8-ന് നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് സ്വർണത്തിന് വില കൂടിയത്. നവംബർ 8-ന് ഗ്രാമിന് 2860 രൂപയായിരുന്ന സ്വർണത്തിന് പിറ്റേ ദിവസം 75 രൂപ കൂടി 2935-ലെത്തുകയായിരുന്നു. നോട്ട് പിൻവലിക്കലിനെ തുടർന്ന് സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമെന്ന് ആശങ്ക പരന്നിരുന്നെങ്കിലും വില താഴോട്ട് പോകുകയായിരുന്നു. ഒരു മാസം കൊണ്ട് പവന് 1520 രൂപയുടെ വില ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ ഡോളർ ശക്തിപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം ഡോളറിലേക്ക് തിരിഞ്ഞത് സ്വർണ്ണവില ഇടിയാൻ കാരണമായപ്പോൾ ആഭ്യന്തരതലത്തിൽ വിവാഹ സീസൺ ആയിട്ട് പോലും സ്വർണത്തിന് ഡിമാൻഡ് കുറഞ്ഞതാണ് വിലയിടിയാൻ കാരണം. അതായത് കച്ചവട സാധനങ്ങൾ നമ്മൾ ഇപ്പം ഉണ്ടല്ലോ, കൃഷി സാധനങ്ങൾ മറ്റേ ടൗണിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലല്ലോ, എല്ലാവരും ചെക്കാണ് കൊടുക്കുന്നത്. ക്യാഷ് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ബിസിനസ്സിനെ ശരിക്കും ബാധിച്ചിട്ടുള്ളത്. മഴ കുറഞ്ഞതിനാൽ കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതും നോട്ടുകൾ പിൻവലിച്ചതും സ്വർണത്തിൻ്റെ ആവശ്യകതയെയും സാരമായി ബാധിച്ചു. കൂടുതൽ പണം പിൻവലിക്കാൻ കഴിയാത്തതിനാൽ വിവാഹത്തിനായി 50, 100 പവനൊക്കെ വാങ്ങുന്നവർ 25 പവനിലേക്ക് ഒതുങ്ങുകയാണിപ്പോൾ. നവംബർ 9-ന് ഗ്രാമിന് 2935 രൂപയിലെത്തിയ സ്വർണ്ണവില തൊട്ടടുത്ത ദിവസം തന്നെ 2860-ലേക്ക് താഴുകയായിരുന്നു. നവംബർ 18 വരെ ഈ വില തുടർന്നെങ്കിലും വിപണിയിൽ കാര്യമായ ചലനമുണ്ടായില്ല. പിന്നീടങ്ങോട്ട് വില കുറയുന്ന പ്രതിഭാസമാണുണ്ടായത്. നവംബർ 25-ന് ഗ്രാമിന് 2370 രൂപയായി. നവംബർ 30-ന് ഗ്രാമിന് 2740 വില ഡിസംബർ 9-ന് 70 രൂപ കുറഞ്ഞ് 2270-ലെത്തി. KPSTA മാടായി ഉപജില്ലാ സമ്മേളനം പഴയങ്ങാടി വ്യാപാര ഭവനിൽ നടന്നു. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നു. നോട്ട് പിൻവലിക്കൽ എന്ന് പറയുന്ന വിഷയം ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു വിഷയം എന്നാണ്, കള്ളപ്പണക്കാരെ പിടികൂടും എന്ന് മുന്നോട്ട് വെച്ചുവെങ്കിലും ഈ സമയം വരെ ഒരു കള്ളപ്പണക്കാരന്റെ ഒരു രോമത്തിൽ തൊട്ട് നോക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല. പകരം 7016 കോടി രൂപ കോർപ്പറേറ്റുകളുടെ കടം എഴുതിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് കടമെടുക്കാം. ശ്രീമതി ഇന്ദിരാഗാന്ധി, ആരാധ്യയായ ഇന്ദിരാഗാന്ധി ടാറ്റയും ബിർളയും എല്ലാം തെറ്റി ചൊളിച്ചപ്പോൾ ആ കുത്തകകളോട് തീർച്ചയായിട്ടും നേരിട്ടും നോട്ട് പിൻവലിച്ചുകൊണ്ട് കള്ളപ്പണം തടയാനുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം തെറ്റായ ചിന്താഗതിയാണെന്നും കള്ളപ്പണക്കാരുടെ രോമത്തിൽ പോലും തൊടുവാൻ സാധിച്ചില്ലെന്നും കോപ്പറേറ്റീവ് ബാങ്കുകളെയാണ് വിഷമത്തിലാക്കിയതെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം സംസാരിച്ചു. K ബാബു അധ്യക്ഷത വഹിച്ചു. V മണികണ്ഠൻ, സുധീർ വെങ്ങര, VV പ്രകാശൻ, സുരേശൻ, PG മുരളീധരൻ, KC രാജൻ, P കുട്ടിക്കൃഷ്ണൻ, MB ഉണ്ണികൃഷ്ണൻ, C കാർത്തിയായനി, A നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്ലാസ്റ്റിക് നിരോധനത്തിൽ മാതൃകയാർന്ന പ്രവർത്തനവുമായി മാതമംഗലത്തെ ബിസ്മില്ല ചിക്കൻ സ്റ്റാൾ. ഇറച്ചി വാങ്ങാനെത്തുന്നവർക്ക് പ്ലാസ്റ്റിക്കിന് പകരം വാഴയിലയിൽ പൊതിഞ്ഞ് തുണിസഞ്ചിയിലാണ് ചിക്കൻ സ്റ്റാളിൽ നിന്നും ഇറച്ചി നൽകുന്നത്. വീട്ടിൽ നിന്ന് പാത്രങ്ങളുമായി എത്തുന്നവർക്ക് 10% വിലക്കുറവ് നൽകുന്നു.
ഹരിത കേരളം പദ്ധതിക്ക് നാടിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. പദ്ധതിക്ക് ഐക്യദാർഢ്യവുമായി സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇത്തരത്തിൽ വേറിട്ട പ്രവർത്തനവുമായി മാതൃകയാവുകയാണ് മാതമംഗലത്തെ ബിസ്മില്ല ചിക്കൻ സ്റ്റാൾ. ഹരിത കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ച ശേഷം ഇറച്ചി വാങ്ങുന്നതിനായി എത്തുന്നവർക്ക് പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കി വാഴയിലയിലും തുണിസഞ്ചിയിലുമാണ് ഇറച്ചി വിതരണം ചെയ്യുന്നത്. കൂടാതെ സ്റ്റീൽ പാത്രമോ മറ്റോ എടുത്ത് കടയിലേക്ക് വരുന്നവർക്ക് ഇറച്ചിയുടെ വിലയിൽ 10% കുറവും ലഭിക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടുകാരുടെയും അധികൃതരുടെയും പ്രശംസ പിടിച്ചു പറ്റാനും ഈ പ്രവൃത്തിയിലൂടെ കടയുടമ മുത്തലിബിന് സാധിച്ചിട്ടുണ്ട്. എരമൂട്ട് പഞ്ചായത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി ബിസ്മില്ല ചിക്കൻ സെൻ്റർ എന്ന മുത്തലിബിനെ ഞാൻ പ്ലാസ്റ്റിക് വെച്ച് ഇലയിൽ പേപ്പറിൽ മുന്നോട്ട് പൊതിഞ്ഞു കൊടുക്കുന്നത് 2 ദിവസമായി ഇതിന് തുടർച്ചയായിട്ട് ഇലയിൽ തന്നെ പൊതിഞ്ഞു കൊടുക്കുന്ന മാതൃക. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും മുത്തലിബിൻ്റെ ചിക്കൻ സ്റ്റാളിലെത്തി. തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് മുത്തലിബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും മറ്റു വ്യാപാരികളും കൂടി ഇദ്ദേഹത്തെ മാതൃകയാക്കിയാൽ ഹരിത കേരളം പദ്ധതി പൂർണ്ണ വിജയമാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ പറഞ്ഞു. കവറിൽ തുണിസഞ്ചിയിൽ ഇട്ടുകൊടുത്തുകൊണ്ടുള്ള മാതൃകാ പ്രവർത്തനമാണ് നടപ്പിലാക്കി വരുന്നത്. ഈ കേരളത്തിലാകെ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു പ്രവർത്തനം നമ്മുടെ ചാനലിലൂടെയും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെയെല്ലാം കാണുമ്പോൾ കേരളത്തിനകത്ത് തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വ്യാപാരികളും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിബീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ NP ഭാർഗവൻ, KC രാജൻ തുടങ്ങിയവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുതിയ കറൻസി നോട്ടിൽ കുറിപ്പും പേരും എഴുതുന്നവരെ കാത്തിരിക്കുന്നത് ഊരാക്കുടുക്ക്. കറൻസിയിലെ വെളുത്ത ഭാഗത്ത് എന്തെങ്കിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ നോട്ട് വിനിമയം നടത്താൻ സാധിക്കാതെ വരും. കയ്യിലുള്ള കറൻസി നോട്ടിൽ പ്രിയപ്പെട്ടവരുടെ പേരും മറ്റും എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് മുട്ടൻ പണിയായിരിക്കും. കുറിപ്പുകൾ എഴുതിയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും മറ്റും സ്ഥാപനങ്ങളിൽ നിന്നും പടിക്ക് പുറത്താക്കുകയാണ്. എഴുതിയ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന് കാട്ടി പെട്രോൾ പമ്പുകൾ തുടങ്ങി സ്ഥാപനങ്ങളിൽ വരെ നോട്ടീസ് പതിച്ചു തുടങ്ങി. പുതിയ നോട്ടുകളിൽ എഴുതരുതെന്ന് റിസർവ് ബാങ്കിൻ്റെ കർശന നിർദ്ദേശവും ഇപ്പോൾ വന്നിരിക്കുകയാണ്. പുതിയ നോട്ടിൽ എഴുതിയതിനാൽ പണി കിട്ടിയവർ നിരവധിയുണ്ട്. നോട്ടുകളിൽ കുറിപ്പെഴുതുന്ന ശീലം പഴയകാലം മുതലേ ചിലർക്കുണ്ട്. ഇതിൽ ബാങ്കുകാർ തന്നെയാണ് മുന്നിലുള്ളത്. നോട്ടുകളിലെ വെളുത്ത ഭാഗത്താണ് എഴുതി പിടിപ്പിക്കുന്നത്. RBIയുടെ നിർദ്ദേശം കൂടിയായതോടെ ഇനി നോട്ടുകൾ കരുതി വേണം ഉപയോഗിക്കാൻ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മുട്ടം റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന എക്സ്പോ 2016 തുടക്കമായി. ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്, ഞങ്ങളുടെ സ്വന്തം അഭിപ്രായം ജനങ്ങളോട് പറയാനും അത് ഷെയർ ചെയ്യാനും ഒരു പേടി ഉണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മൾ എൻഷോർ ചെയ്താൽ 101% നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടാവും. ആ വിദ്യാർത്ഥിയുടെ ഗുണങ്ങൾ വിദ്യാർത്ഥിന് മാത്രമല്ല 101% മുഴുവൻ ഒരു പഞ്ചായത്താണെങ്കിൽ ഒരു പഞ്ചായത്ത് ഇല്ലെങ്കിൽ മുഴുവൻ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കുക. ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഐ ഓൾസോ ട്രൈ. എന്റെ ജീവിതത്തിൽ ഒരു ശ്രമം എപ്പോഴും ഉണ്ടാവും. ഈ കാര്യങ്ങൾ കുറച്ച് ചെയ്യണം. പേഷ്യൻസ് ലെവൽ ഡെവലപ്പ് ചെയ്യണം. ക്യാരക്ടർ. മുട്ടം റഹ്മാനിയ മദ്രസയിൽ 3 ദിവസങ്ങളിലായാണ് വിസ്മയ കാഴ്ച നടക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി IAS നിർവഹിച്ചു. ഡോക്ടർ ഉമർ ഫാറൂഖ് SLP, അലി അക്ബർ ബാക്കവി, SK അബ്ദുൽ ഖാദർ ഹാജി, SAP മൊയിനുദ്ദീൻ, KC മഹ്മൂദ് ഹാജി, K ഹംസക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KPSTA തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നവപ്രഭ പദ്ധതിയിൽ നിന്ന് എയ്ഡഡ് മേഖലയെ മാറ്റി നിർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സമ്മേളനം പ്രമേയം അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കാണുന്ന ഗുണമേന്മയ്ക്കും കുട്ടികളുടെ വർധനവിനും കാരണം ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ അധ്യാപക പാക്കേജാണെന്നും അതിൽ അധ്യാപകർ സംതൃപ്തരായിരുന്നുവെന്നും എന്നാൽ RMSA നടപ്പിലാക്കുന്ന നവപ്രഭ പദ്ധതിയിൽ നിന്ന് എയ്ഡഡ് മേഖലയെ മാറ്റി നിർത്താനുള്ള LDF സർക്കാർ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഉദ്ഘാടകൻ P ശശിധരൻ പറഞ്ഞു. പ്രൊട്ടക്റ്റഡ് ഹാൻഡിൽ വെക്കണം, നമുക്ക് തർക്കമില്ല. മാനേജ്മെന്റിനെ കയറൂരി വിടണമെന്ന് നമുക്കില്ല. പക്ഷേ ഇവിടെ രാജി, മരണം തുടങ്ങിയ 5 വിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ അധ്യാപകർക്കും നിർബന്ധമായും അപ്രൂവൽ കൊടുക്കണമെന്ന് ഇവിടെ നിയമം ഉണ്ടായിട്ടും
ഇവിടെ നിയമം ഉണ്ടായിട്ടും അപ്രൂവൽ കൊടുക്കാതെ ഒളിച്ചോടുന്ന ഒരു നയമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. കെ വി വിനോദ് അധ്യക്ഷത വഹിച്ചു. ടി ധനഞ്ജയൻ, കെ രവീന്ദ്രൻ, ടി മധുസൂദനൻ, പി ഗോപാലകൃഷ്ണൻ, ഗിരിജ UK എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊക്കാനിശ്ശേരി JCSും പയ്യന്നൂർ കോളേജ് പൊളിറ്റിക്സ് അസോസിയേഷനും സംയുക്തമായി ലോക മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണ ഭാഗമായി കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി JC സോണൽ പ്രസിഡന്റ് ദിലീപ് T ജോസഫ് ഉദ്ഘാടനം ചെയ്തു. JCA ഇന്ത്യ സോൺ ട്രെയിനർ അഡ്വക്കേറ്റ് പ്രമോദ് ഉദനൂക്കാരൻ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ച് സെമിനാർ അവതരിപ്പിച്ചു. ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ വലിയ കേസൊന്നുമില്ല. പക്ഷെ ഒരു കാട്ടുപന്നിയെയോ ഒരു നായയോ കൊന്നു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ജയിലിലടിക്കാൻ തക്കതായ നിർബന്ധ ബുദ്ധിയോടുകൂടി നിയമം നടപ്പാക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. പക്ഷെ മനുഷ്യന്റെ ജീവന് വലിയ വിലയൊന്നും കൽപ്പിക്കപ്പെടാതെ പോകുന്ന അവസരത്തിൽ നമുക്കറിയാം, നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തം സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ സഹജീവികളുടെ ബുദ്ധിമുട്ടുകളിലേക്ക്, അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഓരോ വേദിയിലും ധൈര്യത്തോടുകൂടി കടന്നു ചെല്ലുവാൻ യുവജനങ്ങളായ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. കൊക്കാനിശ്ശേരി JCS നിയുക്ത പ്രസിഡന്റ് അരുൺ S അധ്യക്ഷത വഹിച്ചു. പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ദിനേശൻ DA, മൊയ്തീൻ, സുധീഷ്, ഷിനിൽ കണ്ണൻ, അജിത് കുമാർ, ശോഭനേബി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വൈക്കത്ത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. കേരളം അങ്ങനെ കേരളത്തിന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിറഞ്ചാർത്തിക്കൊണ്ട് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലുള്ളത്, പിണറായി സർക്കാർ. പച്ചക്കറി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഫലപ്രദമാകാൻ വേണ്ടി സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മൈത്താണി GLP സ്കൂൾ കലാകാരന്മാരെയും മലേഷ്യ അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ 3 സ്വർണവും 1 വെള്ളിയും നേടി നാടിന്റെ അഭിമാനമായ M പവിത്രനെയും ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ബൈജു S അധ്യക്ഷത വഹിച്ചു. VM രാമചന്ദ്രൻ, V പ്രഭാകരൻ, P കുഞ്ഞമ്പു, M രഘുരാജ്, VV ബിജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി M വിജിൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ സമരം 70ാം വാർഷികാചരണ ഭാഗമായിരുന്നു പരിപാടി. കരിവള്ളൂർ സമരത്തിന്റെ ചരിത്രം നിങ്ങൾ ഓരോരുത്തരും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. മനസ്സിലാകാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എന്റെ അനുജന്മാർ ആ സമരത്തിന്റെ ചരിത്ര നാളുകളെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ആ പോരാട്ടം. കരിവള്ളൂർ സമരം 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ് SFI വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചത്. സംഘാടക സമിതി കൺവീനർ P കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ K മനുരാജ് അധ്യക്ഷത വഹിച്ചു. K നാരായണൻ, T ആതിര, P ബബിൻ, MV ജിതിൻ, ലജീഷ് MK തുടങ്ങിയവർ സംസാരിച്ചു. പാടങ്ങളിൽ പച്ചക്കറി നടൽ സജീവമായി. പലയിടങ്ങളിലും കർഷകർ നിലമൊരുക്കുന്ന തിരക്കിലാണ്. ഇക്കുറി പ്രതീക്ഷയോടെയും ഒപ്പം ആശങ്കയോടെയുമാണ് കർഷകർ പച്ചക്കറി നടുന്നത്. പച്ചക്കറി തൈകൾ പാടങ്ങളിൽ ചിലയിടത്തെങ്കിലും വളർന്നു തുടങ്ങി. പലയിടങ്ങളിലും കർഷകർ നിലമൊരുക്കുന്ന തിരക്കിലുമാണ്. വീണ്ടും ഒരു പച്ചക്കറി സമൃദ്ധിയെ മുന്നിൽ കണ്ടാണ് കർഷകർ വിളവിറക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ വർഷം പച്ചക്കറി ഉൽപ്പാദനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. അത് ഇക്കൊല്ലവും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഒപ്പം ഏറെ ആകുലതകളും ഇവരെ അലട്ടുന്നുണ്ട്. തുലാവർഷ മഴയില്ലാതിരുന്നത് ജലക്ഷാമം ഇപ്പോഴേ സൃഷ്ടിച്ചു കഴിഞ്ഞു. എങ്കിലും മഴ ലഭിക്കാതിരിക്കില്ലെന്ന പ്രതീക്ഷയിൽ ലഭ്യമായ വെള്ളം ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി നടത്തുന്നത്. കഴിഞ്ഞാൽ നല്ല പച്ചക്കറി ഉണ്ടായി നട്ടിട്ട്, ഈ പ്രാവശ്യം നട്ടപ്പോഴേ അത് പുഴുവും മില്ലും ഇതെല്ലാം കൊണ്ട് അതിന് ചപ്പല നേരെ വരുന്നുമില്ല. പിന്നെ ഒന്നാമത് വെള്ളത്തിൻ്റെ ശല്യം, വെള്ളമില്ലേ ഇല്ല. ഇപ്പം വെള്ളം പറ്റാൻ കളിക്കലായി. ഏതായാലും എല്ലാം നന്നായി വരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഓവുചാൽ നിർമ്മാണത്തെ തുടർന്ന് നഗരത്തിൽ ബസ്സുകൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഒരാഴ്ച പിന്നിടുകയാണ്. മെയിൻ റോഡ് കടന്നുപോകുന്ന ബസ്സുകളെ സുഗമമായി കടത്തിവിടുന്നതിന് ഹോംഗാർഡുകളുടെയും ബസ് ഏജന്റുമാരുടെയും സേവനം ശ്രദ്ധേയമാകുകയാണ്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ഓവുചാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ ബസ്സുകൾ മെയിൻ റോഡ് വഴിയാണ് കടത്തിവിടുന്നത്.
വീതി കുറഞ്ഞ റോഡും യാത്രക്കാരുടെ ബാഹുല്യവും ഓവുചാൽ നിർമ്മാണവും കൂടിയായതോടെ ഗതാഗതക്കുരുക്കും ഇവിടെ പതിവായിരുന്നു. എന്നാലിപ്പോൾ ബസ്സുകൾ സുഗമമായാണ് റോഡ് വഴി കടന്നു പോകുന്നത്. ഇതിന് കാരണം ഇവിടെ നിയമിച്ച ഹോം ഗാർഡുകളുടെയും ബസ് ഏജന്റുമാരുടെയും ഇടപെടലാണ്. ഇതുവഴിയുള്ള ബസ്സുകളിൽ യാത്രക്കാരെ കയറ്റിവിടുന്നതും ബസ്സുകൾ നിയന്ത്രിക്കുന്നതുമെല്ലാം ഇവർ കൂട്ടായ്മയോടെയാണ് ചെയ്യുന്നത്. റോഡിൽ അധിക സമയം ബസ്സുകൾ നിർത്തിയിടാൻ അനുവദിക്കാത്തതും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും കാരണമായി. ദിവസവും 10ഓളം ബസ് ഏജന്റുമാർ ഇവിടെ സജീവമായി രംഗത്തുണ്ട്. ഏറെ തിരക്ക് പിടിച്ച സമയമായ രാവിലെയും വൈകിട്ടും ഇവിടെ ഇവരുടെ സേവനം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. SDPI കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തി. SDPI ജില്ലാ പ്രസിഡന്റ് SP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുക, മതേതരത്വം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SDPIയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തിയത്. SDPI ജില്ലാ പ്രസിഡന്റ് SP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സുബേർ, ജുനൈദേവി, അഹമ്മദ് മൊയ്തു വെള്ളിക്കീൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സി കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഒരുങ്ങുന്നു. മുന്നോടിയായി എരമംകുറ്റൂർ പഞ്ചായത്തിന് ആലോചന യോഗം ചേർന്നു. യോഗം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി സ്കൂളുകളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടലുണ്ട് എന്ന് കണ്ടു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രത്യേക പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് രണ്ടാണെങ്കിൽ പോലും പക്ഷേ സർക്കാരിൻ്റേത് വന്ന് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആ വിഷയം ആലോചിച്ചു എന്നുള്ളതാണ്. ഇത് ശ്രീധരൻ മാഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ കോപ്പി നിങ്ങളുടെ മുമ്പാകെ വരും. സർക്കാരിൻ്റെ പൊതു നിർദ്ദേശങ്ങളൊക്കെ വരും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അതിൽ എടുക്കാം. ഇങ്ങനെയാണത് കണ്ടിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ അധ്യക്ഷത വഹിച്ചു. TP ശ്രീധരൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. അഡ്വക്കേറ്റ് KP രമേശൻ, ചന്ദ്രിക M, KC രാജൻ, പ്രമോദ് CN, സുഗുണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ, PTA പ്രസിഡന്റുമാർ, മദർ PTA പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുതുക്കിപ്പണിത് തൃക്കരിപ്പൂരിലെ ഉർസുലിൻ സന്യാസ ഭവനം തുറന്നു. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നേതൃത്വം നൽകി. 5.5 പതിറ്റാണ്ടായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ, സാമൂഹിക, ആധ്യാത്മിക രംഗങ്ങളിൽ സേവനം ചെയ്തുവരുന്ന ഉർസുലൈൻ സന്യാസ സമൂഹത്തിന്റെ പുതുക്കിപ്പണിത സന്യാസ ഭവനം കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആശീർവാദ കർമ്മവും ദിവ്യബലിയും നടന്നു. കണ്ണൂർ, തലശ്ശേരി രൂപതകളിലെയും എടാട്ട് കപ്പുച്ചിൻ ആശ്രമത്തിലെയും വൈദിക ശ്രേഷ്ഠർ, ഉറുസുലൈൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വിനയാപുരയിടത്തിൽ, വിവിധ സന്യാസി സമൂഹങ്ങളിലെ അംഗങ്ങൾ, വിശ്വാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ തടയണ നിർമ്മാണം പുരോഗമിക്കുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് തടയണ നിർമ്മാണം നടക്കുന്നത്. പുത്തൂർ തോടിനു കുറുകെ 5ഓളം തടയണകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് തടയണ നിർമ്മാണം. നിർമ്മാണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് കുടിവെള്ളക്ഷാമം നേരിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നിലവിലെ ജലം നേരൊഴുക്ക് എവിടെയെല്ലാം ഇല്ലത് അവിടെയെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിലൊട്ടാകെ തന്നെ നടന്നു വരുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 14 വാർഡുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ചടങ്ങിൽ T ഗോപാലൻ അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി സ്വാഗതം പറഞ്ഞു. മണക്കാട് പെരുപ്പുവയൽ തോടിനു കുറുകെ CPIM പ്രവർത്തകർ തടയണ കെട്ടി. പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിനും നെൽകൃഷിക്ക് വെള്ളമെത്തിക്കുവാനും വേണ്ടിയാണ് തടയണ നിർമ്മിക്കുന്നത്. തോട്ടിൻകരയിൽ നടന്ന ചടങ്ങിൽ P മാധവൻ സ്വാഗതം പറഞ്ഞു. P വിജയൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങ് വാർഡ് മെമ്പർ VV തങ്കമണി ഉദ്ഘാടനം ചെയ്തു. ജലസംരക്ഷണം എന്ന പേരിൽ ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബണ്ട് കെട്ടിയാൽ അത് മഴവെള്ളം ഇപ്പം മഴ കുറവായതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പം വെള്ളം തീരെ ഇല്ലാണ്ടായി പോകും. ആ അവസരത്തിൽ ഇങ്ങനെ കെട്ടിയ വെള്ളം പിന്നീട് കിണറിൽ ഒരു നല്ല വെള്ളം കിട്ടുമെന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം.
നിരവധി പേർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉഷസ് എന്ന പേരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. താലൂക്ക് ആശുപത്രി, പഴയങ്ങാടി, വേമ്പു സ്മാരക വായനശാല, അന്നൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ വി.പി. സതീശൻ, സ്മിത കെ.സി., ഷീബ എൻ., ശ്രീലത കെ.വി., ധനദ സുനിൽകുമാർ, ഇ.പി. ശ്യാമള, ടി. ഉഷ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ ജി.ഡി. നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, ENT, ത്വക്ക് രോഗ വിഭാഗം, കാഴ്ച പരിശോധന, ദന്തപരിശോധന, ഷുഗർ, പ്രഷർ, പൊണ്ണത്തടി നിർണയം എന്നിവയിൽ പ്രമുഖ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. പെരുമ്പയിലെ വ്യാപാരിയും മുൻകാല ചേംബർ ഭരണസമിതി അംഗവുമായിരുന്ന SP ഉമ്മർകുട്ടി ഹാജിയുടെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗം അനുശോചനം രേഖപ്പെടുത്തി. പരേതനോടുള്ള ആദരസൂചകമായി ശനിയാഴ്ച ഉച്ചവരെ പെരുമ്പയിൽ ഹർത്താൽ ആചരിച്ചു. മുസ്ലിം ജമാഅത്ത്, SYS, SSK, SF എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി പഴയ സ്റ്റാൻഡിൽ സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് പയ്യന്നൂർ സോൺ, പയ്യന്നൂർ അൽ ഫലാഹ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഷേണായി ടൗൺ സ്ക്വയറിൽ മിലാദ് സമ്മേളനവും സ്വലാത്ത് ദശവാർഷികവും സംഘടിപ്പിച്ചു. പരിപാടി മുദ്രീസ് അൽ ഫലാഹ് സാഫിൾ സുലൈമാൻ ഫാളിലെ ഉദ്ഘാടനം ചെയ്തു. അത് ഇബാദത്തിന്റെ ഗണത്തിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ സ്വാലിഹീങ്ങളെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്തു പോയ സർവദോഷങ്ങൾക്കുമുള്ള കഫാറത്താണ് എന്ന് AB സുലൈമാൻ മാസ്റ്റർ അധ്യക്ഷനായി. വഹാബ് സക്കാഫി മബ്ബാട് മുഖ്യപ്രഭാഷണം നടത്തി. MTP അബ്ദുള്ള മൗലവി, ഇക്ബാൽ പോപ്പുലർ, ബഷീർ സക്കാഫി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം ഉത്സവത്തിന് തുടക്കമായി. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ ഘോഷയാത്ര നടന്നു. ചെറുപുഴ അയ്യപ്പക്ഷേത്ര മഹോത്സവം മലയോരത്തിന്റെ ഉത്സവം തന്നെയാണ്. നാനാജാതി മതസ്ഥരും അണിനിരക്കുന്ന ആഘോഷ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നദാനമാണ്. ആദ്യ ദിനം മുതൽ അവസാന ദിവസം വരെ നൽകുന്ന അന്നദാനത്തിന് ആയിരങ്ങളാണ് പങ്കുചേരുന്നത്. അതുപോലെ എല്ലാ ദിവസങ്ങളിലും വിവിധ ഏരിയകളിൽ നിന്നുമുള്ള കാഴ്ചവരവ്, മറ്റ് കലാപരിപാടികളും നടക്കും. ശനിയാഴ്ച ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടിലെത്ത് ശ്രീധരൻ നമ്പൂതിരി ഉത്സവം കൊടിയേറ്റി. ഡിസംബർ 17 ശനിയാഴ്ച ഉത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. JSSന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ വിസ്മയ വേണുഗോപാൽ, അനുശ്രീ, അമൃത എന്നീ വിദ്യാർത്ഥികളും കണ്ടങ്ങാൽ ഷേണായി സ്മാരക സ്കൂളിലെ വൈഷ്ണവ്, അനുശ്രീ എന്നീ വിദ്യാർത്ഥികളുമാണ് സ്കോളർഷിപ്പിന് അർഹരായത്. സ്കോളർഷിപ്പിന്റെ വിതരണം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. JSS പ്രസിഡന്റ് B. സജിത് ലാൽ അധ്യക്ഷത വഹിച്ചു. JSS മേഖലാ പ്രസിഡന്റ് ദിലീപ് T. ജോസഫ് മുഖ്യാതിഥിയായി. മുൻ നഗരസഭാ ചെയർമാൻ GD നായർ, TP ശ്രീധരൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സ്കൂൾ പ്രിൻസിപ്പൽ TP സക്കറിയ, പ്രധാനാധ്യാപകൻ രമേഷ് കുമാർ M, ജോയ് KP, ജയജിത്ത് MP, PN സുനിൽ എന്നിവർ സംസാരിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം.
KVDS കളർ ഹൗസ് നടക്കാവ്. രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി ഇറക്കാൻ തീരുമാനം. പ്രതികരണങ്ങൾ. ഒരു കണക്കിന് പ്ലാസ്റ്റിക് നോട്ട് വരുന്നത് നല്ല കാര്യങ്ങളാണ്. ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മസ്കറ്റിൽ പുതിയ ഒരു പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് താരതമ്യം വെച്ച് നോക്കുമ്പോഴും നോട്ടുകൾ നല്ല തന്നെയാണ്. അതേസത്തിൽ സാധാരണക്കാരൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ആ നോട്ട് എങ്ങനെ ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നും കൂടി ഒന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് നോട്ട് നല്ല ഇതായിട്ട് നിൽക്കും, പക്ഷെ അത് മണി പേഴ്സിൽ വെച്ച് അതുപോലെ ഇതായ അല്ല സാധാരണക്കാരൻ്റെ കിട്ടുമ്പോൾ അവരുടെ ഒരു വേർപ്പ് കിട്ടും, ഒടിക്കുകയോ മടക്കുകയോ ചെയ്യുന്ന അതിന് ഡാമേജും ക്രാക്കും ഇതെല്ലാം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എത്ര കണ്ട് വിജയിക്കും എന്ന് എനിക്ക് കൃത്യമായിട്ടും ഉണ്ട. അഭിപ്രായം നല്ല തന്നെയാണ്, അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ സാധാരണക്കാരൻ്റെ കയ്യിൽ ഈ പൈസ കിട്ടുമ്പോൾ ഏത് തരത്തിലാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഇവിടെ ജനങ്ങൾക്ക് കിട്ടാനില്ല. ഇനി പ്ലാസ്റ്റിക് നോട്ട് വന്നിട്ട് എന്ത് സേഫ്റ്റിയാന്നതിൽ അത് പൊട്ടും ഇതൊന്നും ചെയ്യില്ല. നോട്ടിനെ കൊണ്ട് നമ്മൾക്കതിൽ തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഉള്ള നോട്ട് തന്നെ ജനങ്ങൾക്ക് കിട്ടാനില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. കടയിൽ പോയാൽ 2000 ചില്ലറില്ല, 500 തൊട്ട് കിട്ടാനില്ല. ഇങ്ങനെയില്ല, ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടാണല്ലോ ഇത് എല്ലാം ഒരു ശരിക്കും അതിൻ്റെ ഒരു ഇത് മൂല്യം തന്നെ കുറഞ്ഞു പോകുന്ന സംശയമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ. അതാ എനിക്കത് മനസ്സിലാവുന്നില്ല ആ കാര്യങ്ങൾ എന്താണെന്ന്. ഗവൺമെൻറ് എന്തുദ്ദേശിച്ചിട്ടാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ നോട്ട് ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ആ നോട്ടിൻ്റെ ഒരു മൂല്യം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കല്ലേ പോകുന്നതിൻ്റെ ഒരു സംശയമാണ് എൻ്റെത്. നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പുകൾ. കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം ഡിസംബർ 11 ഞായറാഴ്ച വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടക്കും. മാതമംഗലം ശ്രീ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ജനറൽ ബോഡി യോഗം ഡിസംബർ 11 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ ചേരും. തൃക്കരിപ്പൂർ മീലിയാട്ടെ രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നെൽവയൽ സംരക്ഷണത്തിനൊരു കുട്ടനാടി കൂട്ടായ്മ ഡിസംബർ 11 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പച്ചക്കറി വിത്ത് പാക്കറ്റും പപ്പായ തൈകളും സൗജന്യമായി നൽകും. ഹരിത കേരളം മിഷൻ വാർഡ് തല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചെറുതാഴം സെൻട്രൽ കൊയ്ക്കിൽക്കുളം ശുചീകരണ ഉദ്ഘാടനം ഡിസംബർ 11 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിഗ്നൽ ബോർഡും സീബ്ര ലൈനുമില്ല. ചെറുകുന്ന് വെള്ളാരങ്ങലിൽ അപകടം പതിവാകുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഭീതിയിൽ. സ്വർണത്തിന്റെ മാറ്റം കുറയുന്നു. നോട്ട് പ്രതിസന്ധിയെ തരണം ചെയ്യാനാകാതെ സ്വർണ്ണ വിപണിയും താഴോട്ട്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. പയ്യന്നൂരിൽ മഹിളാ അസോസിയേഷൻ പൊതുയോഗം സംഘടിപ്പിച്ചു. നോട്ടിൽ എഴുതിയാൽ പണി കിട്ടും. പുതിയ കറൻസി നോട്ടിൽ കുറിപ്പും പേരും എഴുതുന്നവരെ കാത്തിരിക്കുന്നത് ഊരാക്കുടുക്ക്. എഴുതിയ നോട്ടുകൾ പിന്നീട് അസാധു. പാടങ്ങളിൽ പച്ചക്കറി നടൽ സജീവമായി. ആശങ്കയുടെ നിഴലിൽ നിലമൊരുക്കലിൽ വ്യാപൃതരായ കർഷകർ. ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.